ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാനും വരുണും ഏട്ടനും മുത്തശ്ശിയും എല്ലാരും ഉണ്ട്. എന്താ പ്രശ്നം? ഇപ്പൊ പ്രിയങ്ക കണിമംഗലത്തുണ്ട്. വരുണിപ്പ തന്നെ അവളെ ഇറക്കി വിടെന്ന് പറഞ്ഞ് നിൽക്കുക. വരുൺ എവിടെ? ഞാൻ കേൾക്കുന്നുണ്ട് മാഡം. മാഡം പറഞ്ഞോളൂ. വരുൺ, ഇതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പ്രിയങ്കയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. മാഡം, നിങ്ങൾ തമ്മിലുള്ള വിവാഹം ക്ഷേത്ര കമ്മിറ്റി വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഹിന്ദു നിയമപ്രകാരം അത് കോടതിയുടെ മുന്നിലുള്ള കൃത്യമായൊരു തെളിവുമാണ്. ഏതെങ്കിലും രീതിയിൽ ഡിവോഴ്സ് നടന്നാലേ മാത്രമേ നിങ്ങൾ സെപ്പറേറ്റ് ആവൂ. തൽക്കാലം ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും പ്രിയങ്കയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ടീഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ആർക്കും പ്രിയങ്കയെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ തൽക്കാലം അവിടെ നിന്ന് അടിച്ചിറക്കിയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു കേസ് പുറത്തേക്ക് പോയാൽ അത് വരുണിനും രാധികയ്ക്കും കുടുംബത്തിനും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ എല്ലാരും കൂടി ആലോചിച്ച് എങ്ങനെയെങ്കിലും അനുനയത്തിൽ ഒഴിവാക്കുന്നതാ നല്ലത്. കേട്ടല്ലോ? ശരി മാഡം. പിന്നെ രാധികെ, നിനക്ക് മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ചെറുതല്ല. പിന്നെ എങ്ങനെയൊക്കെയോ നീ അത് തരണം ചെയ്തു പോകുന്നു. ഈ കാര്യത്തിലും അത് തന്നെ വിശ്വസിക്കാം. എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. എന്നാ ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ? ശരി ശരി. ആ പെൺകൊച്ചു പറഞ്ഞത് സത്യമാ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കാത്തിരിക്കുകയായിരിക്കും സുകുമാരി. സുകുമാരിക്ക് അങ്ങനെ ഒരു പഴുത് നമ്മൾ കൊടുക്കരുത്. ഇല്ല മുത്തശ്ശി, ഇതെല്ലാം കരുതി കൂട്ടിയുള്ള ഏർപ്പാടാ. ഈ വീടിനകത്ത് ഇപ്പൊ കേറി കൂടിയിരിക്കുന്ന പ്രിയങ്കയ്ക്ക് ബുദ്ധിക്ക് ഒരു പ്രശ്നമില്ലാന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിച്ചെടുക്കാം. ആരതി വർമ്മ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള പെരുമാറ്റം വളരെ സൂക്ഷിച്ചു മതി. നിയമം എന്ത് പറഞ്ഞാലും ശരി, ഞാൻ എന്റെ വരുണിനെ വിട്ടു പോയില്ല. ഒരിക്കലും പോയില്ല. വിശ്വസിക്കാം.